ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റാങ്ക് ക്രാഫ്റ്റ് PSC. അപ്പോൾ നമ്മൾ ഇന്ന് 2025 ജനുവരിയിൽ PSC ബുള്ളറ്റിൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള സമകാലിക വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരവുമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യമായിട്ട് നോക്കാനുള്ളത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് 2024 അതിൽ തന്നെ ഏറ്റവും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചലച്ചിത്രത്തെയാണ്. എന്താണ് ദ ബ്രൂട്ടലിസ്റ്റ്? അടുത്തത് മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ, അതായത് ഇംഗ്ലീഷ് ഭാഷയിലല്ലാതെ എടുത്ത ഒരു മികച്ച സിനിമയാണ് എമിലിയ പെരേസ്. എന്താണ് എമിലിയ പെരേസ്? അതൊരു ഫ്രഞ്ച് സിനിമയാണ്. ഏത് സിനിമയാണ്? ഫ്രഞ്ച് ഭാഷയിലെടുത്ത സിനിമയാണ്. അടുത്തത് മികച്ച സംവിധായകൻ ബ്രാഡി കോർബറ്റ്. അദ്ദേഹത്തിന് ലഭിച്ചത് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിൻ്റെ സംവിധാനത്തിനാണ്. അടുത്തത് മികച്ച നടൻ എഡ്രിയൻ ബ്രൂഡി. ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിന് തന്നെയാണ് എഡ്രിയൻ ബ്രൂഡിക്ക് മികച്ച നടൻ എന്ന പുരസ്കാരം ലഭിച്ചത്. മികച്ച നടി ഫെർണാണ്ട ടോറസ്. എന്താണ്? ഫെർണാണ്ട ടോറസ്. ഐ ആം സ്റ്റിൽ ഹിയർ എന്ന ചിത്രത്തിനാണ് ഫെർണാണ്ട ടോറസിന് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. മികച്ച സഹനടൻ കീരൺ കൽക്കിങ്. എ റിയൽ പെയിൻ എന്ന ചിത്രത്തിനാണ്. അപ്പം നമുക്ക് മികച്ച നടനല്ലല്ലോ അവാർഡ് കിട്ടിയത്, സഹനടനായിട്ടല്ലേ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത്. അപ്പോൾ കുറച്ച് പെയിൻ കാണും അല്ലേ? അതാണ് എ റിയൽ പെയിൻ, കീരൺ കൽക്കിങ്. മികച്ച സഹനടി സോയി സൽദാന. അപ്പം നമുക്ക് സഹനടിയുടെ സായുമായിട്ട് വെച്ച് കണക്ട് ചെയ്യാം അല്ലേ? സോയി സൽദാന. എമിലിയ പെരേസ് എന്ന ചിത്രത്തിനാണ് സോയി സൽദാനയ്ക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. മികച്ച തിരക്കഥ കോൺക്ലേവ് എന്ന ചിത്രത്തിനാണ്. എന്താണ്? കോൺക്ലേവ്. മികച്ച ടെലിവിഷൻ സീരീസ് ഷോഗൺ. മികച്ച ടെലിവിഷൻ സീരീസ് എന്താണ്? ഷോഗൺ. അടുത്തതായിട്ട് നമുക്ക് JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം 2023 നോക്കേണ്ടത്. മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുത്തത് 2018 എന്ന സിനിമയാണ്. മികച്ച സംവിധായകൻ അഖിൽ സത്യൻ. മികച്ച നടൻ ടൊവിനോ തോമസ്. മികച്ച നടി അഞ്ജന ജയപ്രകാശ്. മികച്ച ഗായിക B അരുന്ധതി. അപ്പോൾ നമുക്ക് അതൊന്നും കൂടെ നോക്കാം. മികച്ച സിനിമ 2018, മികച്ച സംവിധായകൻ അഖിൽ സത്യൻ, മികച്ച നടൻ ടൊവിനോ തോമസ്, മികച്ച നടി അഞ്ജന ജയപ്രകാശ്, മികച്ച ഗായിക B അരുന്ധതി. അതിൻ്റെ താഴെയായിട്ട് കുറച്ച് നമുക്ക് റാൻഡം അവാർഡ്സിൻ്റെ വിന്നേഴ്സിനെയും അവാർഡ് ഏതൊക്കെയാണെന്നും കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. 2024 ഐവറി പുരസ്കാരം ഗായിക KS ചിത്രയ്ക്കാണ് ലഭിച്ചത്. അപ്പം 2024 ഐവറി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഗായിക KS ചിത്രയ്ക്ക്. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നടൻ ജഗതി ശ്രീകുമാറാണ് ലഭിച്ചത്. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നടൻ ജഗതി ശ്രീകുമാറിനാണ് ലഭിച്ചത്. അടുത്തത് വിലാസിനി നോവൽ പുരസ്കാരം A നസീറയുടെ ഉച്ചാടനം എന്ന നോവലിനാണ്. അപ്പോൾ ഇങ്ങനത്തെ അവാർഡ് കിട്ടുമ്പോൾ അതിൻ്റെ പ്രത്യേകത, ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കൂടുതൽ നോവലിൻ്റെ പേര് തന്നിട്ട് ഇത് ആരാണ് എഴുതിയത്, അല്ലെങ്കിൽ ഈ അവാർഡ് വിൻ ചെയ്ത ഇദ്ദേഹത്തിൻ്റെ ബുക്ക് ഏതാണ് അല്ലെങ്കിൽ നോവൽ ഏതാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് A നസീറയുടെ ഉച്ചാടനം. അപ്പോൾ ഉച്ചാടനം എന്ന നോവൽ എഴുതിയത് ആരാണ്? A നസീറ. അടുത്തത് പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക പുരസ്കാരം കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ K ജയകുമാറിനാണ്. അപ്പം പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? K ജയകുമാറിന്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശ്ശൂർ ജില്ല ജേതാക്കളായി. അപ്പം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഈ പ്രാവശ്യം ആരാണ് ജേതാക്കളായത്? തൃശ്ശൂർ ജില്ലയാണ്. അടുത്തത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്തോ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയാകും. അപ്പോൾ 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥി ആരായിരുന്നു? ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രഭാവോ സുബിയാന്തോ. ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ആദ്യമായിട്ട് റിപ്പബ്ലിക് ദിനാഘോഷം നടത്തിയത് എന്നാണ്? 1950 ജനുവരി 26 അല്ലേ? ആ വർഷവും ഒരു ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു മുഖ്യാതിഥി. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ഡോക്ടർ സുകാർണോ. അപ്പോൾ നമുക്ക് ഈ ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ കൂടെ അതും കണക്ട് ചെയ്ത് പഠിച്ചുകൂടെ? ഓക്കെ. അടുത്തത് കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സ്, അതായത് CRPF മേധാവിയായി വിതുൽ കുമാറിനെ നിയമിച്ചു. ആരാണ്? വിതുൽ കുമാർ. അടുത്തത് തോംസൺ ജോസിനെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിച്ചു. അപ്പോൾ തോംസൺ ജോസ് ആണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് ഇപ്പോൾ നിയമിതനായത്. 1,60,000 വർഷത്തിലൊരിക്കൽ മാത്രം കാണാനാകുന്ന കോമറ്റ് G3 എന്ന അപൂർവ വാൽനക്ഷത്രം ജനുവരി 13 രാത്രിയിൽ ദൃശ്യമായി. അപ്പം 1,60,000 വർഷത്തിലൊരിക്കൽ മാത്രം കാണാനാകുന്ന കോമറ്റ് G3 എന്ന അപൂർവ വാൽനക്ഷത്രം ജനുവരി 13 ദൃശ്യമായത്. ഇന്ത്യ പണിയാൻ ഉദ്ദേശിക്കുന്ന ബഹിരാകാശ നിലയത്തിൻ്റെ നിർമ്മാണത്തിനും ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വെച്ച് അറ്റകുറ്റപ്പണി നടത്തുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയായ റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. റീലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ അഥവാ നടക്കും യന്ത്രക്കൈ പരീക്ഷണം എന്ത് ചെയ്തു? വിജയകരമായി പൂർത്തീകരിച്ചു.
അടുത്ത നോക്കി, ന്യൂസിലൻഡ് ഓപ്പണർ മാർട്ടിൻ ഗപ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. അപ്പം ന്യൂസിലൻഡ് ഓപ്പണർ മാർട്ടിൻ ഗപ്റ്റിൽ എന്താണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. അടുത്തതായിട്ട് നമുക്ക് 2025 ജനുവരിയിലെ കുറച്ച് വിയോഗങ്ങൾ, മരണവാർത്തകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ, ആ വിശിഷ്ട വ്യക്തികളുടെ മരണവാർത്തകളാണ് ഈ പറയാൻ പോകുന്നത്. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു. US-ന്റെ 39ാം പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അന്തരിച്ചു. 100 വയസ്സ് വരെ ജീവിച്ച ഏക അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. അപ്പോൾ എത്രാമത്തെയാണ്? 39ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. 100 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഏക അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. അടുത്തത്, ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ രാജഗോപാല ചിദംബരം അന്തരിച്ചു. രാജഗോപാല ചിദംബരത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. അടുത്തത്, ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ KS മണിലാൽ അന്തരിച്ചു. അപ്പോൾ ഡോക്ടർ KS മണിലാൽ 2025 ജനുവരി 1 അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തിരുന്നത് അദ്ദേഹമാണ്. അടുത്തതായിട്ട് നമുക്ക് ഈ വർഷത്തെ ഖേൽ രത്ന പുരസ്കാര ജേതാക്കളെ നമുക്ക് നോക്കാം. ഷൂട്ടിംഗ് താരം മനു ഭാക്കർ, ലോക ചെസ് ചാമ്പ്യൻ D ഗുഗേഷ്, ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻ പ്രീത് സിംഗ്, പാരാ അത്ലറ്റ് പ്രവീൺ കുമാർ എന്നിവർക്കായിരുന്നു രാജ്യത്തെ പരമോന്നത പുരസ്കാരമായിട്ടുള്ള ഖേൽ രത്ന ഈ വർഷം ലഭിച്ചത്. ആർക്കൊക്കെയായിരുന്നു? മനു ഭാക്കർ, ഗുഗേഷ്, അതുപോലെ തന്നെ ഹർമൻ പ്രീത് സിംഗ്, പിന്നെ പ്രവീൺ കുമാർ. അപ്പോൾ പ്രവീൺ കുമാറിൻ്റെ പ്രത്യേകത എന്താണ്? പാരാ അത്ലറ്റ് ആണ്, ഹൈ ജമ്പ് താരമാണ് കേട്ടോ. ഹൈ ജമ്പ് താരമാണ് പ്രവീൺ കുമാർ. അടുത്തത്, മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ് അർജുന അവാർഡിനും മലയാളി ബാഡ്മിൻ്റൺ കോച്ച് S മുരളീധരൻ ദ്രോണാചാര്യ പുരസ്കാരത്തിനും അർഹനായി. അപ്പം നമ്മുടെ മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ് ഏത് അവാർഡിനാണ് അർഹനായത്? അർജുന അവാർഡിനാണ് കേട്ടോ, അർജുന അവാർഡ്. അതുപോലെ തന്നെ നമ്മുടെ കായിക രംഗത്തെ ഗുരുക്കൾ, അതായത് കോച്ചുകൾക്ക് നമുക്ക് കൊടുക്കുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. അത് കിട്ടിയത് ആർക്കാണ്? ബാഡ്മിൻ്റൺ കോച്ചായിട്ടുള്ള S മുരളീധരനാണ്. ബാഡ്മിൻ്റൺ കോച്ചായിട്ടുള്ള S മുരളീധരനാണ് ഈ പ്രാവശ്യം ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത്. അടുത്ത, ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം ഇന്ത്യയുടെ കൊനേരു ഹംപിക്കാണ്. അപ്പോൾ ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം ആർക്കാണ് ലഭിച്ചത്? കൊനേരു ഹംപിക്കാണ്. വനിതകളുടെ അണ്ടർ 19 ഏകദിന ക്രിക്കറ്റിൽ മേഘാലയക്കെതിരെ 157 പന്തിൽ 346 റൺസ് നേടി പെൺകുട്ടികളുടെ യൂത്ത് ലിസ്റ്റ് A ക്രിക്കറ്റിൽ മുംബൈ ഓപ്പണറായ ഇറ ജാദവ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടി റെക്കോർഡിട്ടു. അപ്പം വനിതകളുടെ അണ്ടർ 19 ഏകദിന ക്രിക്കറ്റിലാണ് മേഘാലയക്കെതിരെ 157 പന്തിൽ 346 റൺസ് നേടി പെൺകുട്ടികളുടെ യൂത്ത് ലിസ്റ്റ് A ക്രിക്കറ്റിൽ മുംബൈ ഓപ്പണറായ ഇറ ജാദവ് എന്ത് ചെയ്തത്? ഒരു റെക്കോർഡ്, ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡ് ഇട്ടത്. വനിതാ ഏകദിന ക്രിക്കറ്റിൽ അയർലൻഡിനെതിരെ 50 ഓവറിൽ 370 റൺസ് പടുത്തുയർത്തി റെക്കോർഡ് കരസ്ഥമാക്കി ഇന്ത്യ. 2017 അയർലൻഡിനെതിരെ 358 റൺസ് എടുത്തായിരുന്നു ഇതുവരെ ഉയർന്ന സ്കോർ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ കേരളത്തെ 1-0 തോൽപ്പിച്ച് ബംഗാൾ ചാമ്പ്യന്മാരായി. അപ്പോൾ സന്തോഷ് ട്രോഫി ഫുട്ബോളിന് ആരാണ് ഈ പ്രാവശ്യത്തെ ചാമ്പ്യൻ? ബംഗാളാണ് കേട്ടോ, പശ്ചിമ ബംഗാളാണ് കേരളത്തിനെയാണ് തോൽപ്പിച്ചത്. അപ്പം റണ്ണറപ്പ് ആരാണ്? കേരളമാണ്. അപ്പം ഇതോടെ സമകാലികം എന്ന ടോപ്പിക്കിൽ നമ്മുടെ 2025 ജനുവരിയിലെ 2nd എഡിഷൻ പൂർത്തിയായിരിക്കുന്നു. അതിനകത്ത് നമുക്ക് ഇത്രയും പോയിന്റ്സ് സമകാലികത്തിൽ കൊടുത്തിട്ടുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് 2024 റൗണ്ടപ്പ് പോലെ 2025 എഡിഷനിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.